ഇപ്പോൾ വ്യാജ ആധാർ കാർഡ് നിർമ്മാണം കേരളത്തിൽ ആദ്യമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് IB. എറണാകുളം പെരുമ്പാവൂരിൽ നിന്നും രണ്ടാമതൊരു വ്യാജ ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രം കൂടി കണ്ടെത്തിയ സംഭവം ഗുരുതരമാണെന്നാണ് വിലയിരുത്തൽ. പോലീസിനും കേന്ദ്ര ഏജൻസികളുമെല്ലാം കൂടുതൽ അന്വേഷണവുമായി സജീവമാവുകയാണ്. വിവരങ്ങൾ സാനു തന്നെയാണ് നൽകുന്നത്. സാനു, ഇത്തരത്തിൽ ആധാർ കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമാണെന്നാണ് ഇന്റലിജൻസ് ബ്യൂറോയുടെ ഒരു സ്ഥിരീകരണം. ഈ ഒരു കേസിൽ ഇപ്പോൾ 2 പേരാണ് പിടിയിലായിരിക്കുന്നത്. പക്ഷെ അതെന്തായാലും 2 പേരിൽ മാത്രം ഒതുങ്ങാനുള്ള ഒരു സാധ്യത അല്ല കാണുന്നത്. ഏജൻസികൾ അന്വേഷണം കടുപ്പിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? സാധാരണ നിലയിൽ പശ്ചിമ ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കയ്യിൽ അവിടുന്ന് തന്നെ ആധാർ അതായത് ബംഗാളിൽ നിന്ന് തന്നെ വ്യാജ ആധാർ അടിച്ചാണ് സാധാരണ കേരളത്തിലേക്ക് എത്താറുള്ളതെന്നാണ് IB നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് പിടികൂടിയ 6 ബംഗ്ലാദേശികളുടെ കയ്യിൽ നിന്ന് പിടികൂടിയ ആധാർ കാർഡുകൾ, വ്യാജ ആധാർ കാർഡുകൾ ഇത്തരത്തിൽ പശ്ചിമ ബംഗാൾ എത്തിയതിനു ശേഷം അവിടെ നിന്ന് അടിച്ചതാണെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് അവരുടെ ഫോണുകൾ അടക്കം പരിശോധിച്ചതിൽ നിന്നാണ് ഇവർ ബംഗ്ലാദേശികളാണെന്നുള്ളൊരു വിവരം അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത്. എന്നാൽ പെരുമ്പാവൂരിലെ സംഭവം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ആധാർ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് തന്നെ രജിസ്റ്റർ ചെയ്യുന്നതെന്നാണ് IB ഉദ്യോഗസ്ഥർ നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനു മുമ്പ് പശ്ചിമ ബംഗാളിലും അതേപോലെ ആസാമിലുമാണ് ഇത്തരത്തിലുള്ള വ്യാജ ആധാർ നിർമ്മാണ കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് NIA അന്വേഷണം നടത്തുകയും മറ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കുകയും UAP അടക്കമുള്ള വകുപ്പുകൾ വരികയും ഇതിലെ കുറ്റക്കാരായിട്ടുള്ളവരെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. നിലവിൽ 2 പേരാണ് വ്യാജ ആധാർ കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് പെരുമ്പാവൂരിൽ നിന്ന് അറസ്റ്റിലായിരിക്കുന്നത്. ഒന്ന് അസം മൊബൈൽസിന്റെ മറവിൽ ആധാർ കാർഡ് നിർമ്മാണം നടത്തിയ സംഭവത്തിലാണ് ആദ്യത്തെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് ഇന്നലെ മുനിസിപ്പൽ കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന മൈത്രി മൊബൈൽസിന്റെ മറവിലും ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രം റൂറൽ പോലീസ് കണ്ടെത്തിയിരുന്നു. റൂറൽ പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. വൈഭവ് സക്സേന, റൂറൽ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അന്വേഷിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് അഫ്ഗാൻ സ്വദേശികളടക്കം കൊച്ചിയിൽ തമ്പടിക്കുന്നുണ്ടെന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു കണ്ടെത്തലും IB അന്വേഷണത്തിൽ വന്നിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള അഫ്ഗാൻ സ്വദേശികളുടെ കയ്യിലും വ്യാജ ആധാർ കാർഡുകൾ എത്തിയിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണമാണ് കേന്ദ്ര ഏജൻസികൾ നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് വലിയൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ചകളിലേക്ക്, ദേശ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുല്യ.